ആരാകും ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ? കെ സുരേന്ദ്രൻ, എം.ടി. രമേശ്, വി മുരളീധരൻ, ശോഭാ സുരേന്ദ്രൻ 4 പേരുകളിൽ ചർച്ച ഒതുങ്ങുകയാണ്. 2 ദിവസത്തിനകം കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമുണ്ടാകുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. അതെല്ലാം തീരുമാനിക്കുന്നത് പാർട്ടി കേന്ദ്ര നേതൃത്വവും മറ്റ് ബന്ധപ്പെട്ട കക്ഷികളുമാണ്. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് പറയാൻ അധികാരമില്ല. കേരളത്തിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ വരണാധികാരി പ്രഹ്ലാദ് ജോഷി എത്തി 210 സംസ്ഥാന കൗൺസിൽ അംഗങ്ങളിൽ നിന്ന് നോമിനേഷൻ വാങ്ങി പ്രഖ്യാപനം നടത്തും. 19-ന് പ്രഹ്ലാദ് ജോഷി എത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. 5 വർഷം തുടർച്ചയായി അധ്യക്ഷ പദവി വഹിച്ചതിനാൽ കെ സുരേന്ദ്രൻ തുടരാൻ 90% സാധ്യതയില്ല. അതിനാൽ ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് സംസ്ഥാന അധ്യക്ഷനാകാൻ സാധ്യതയേറി. കെ സുരേന്ദ്രൻ അല്ലെങ്കിൽ എം.ടി. രമേശിനാണ് വി മുരളീധരന്റെയും പിന്തുണ. വി മുരളീധരൻ സംസ്ഥാന അധ്യക്ഷനാകാനില്ലെന്ന് കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. ഗ്രൂപ്പുകളുടെ ഭാഗമല്ലാതെ ഒറ്റയ്ക്ക് നീങ്ങുന്ന ശോഭാ സുരേന്ദ്രന് ഇത്തവണ നറുക്കു വീഴുമെന്ന ചിന്ത അവരെ പിന്തുണയ്ക്കുന്നവരിൽ ശക്തമായിട്ടുണ്ട്. 5 സംസ്ഥാനങ്ങളിൽ അധ്യക്ഷ പദവി വനിതകൾക്ക് നൽകാനുള്ള തീരുമാനം കേരളത്തിൽ അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലിലാണ് അവർ. പക്ഷേ ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവരുടെ സാധ്യത ഇല്ലാതാക്കിയെന്ന് എതിർ ഗ്രൂപ്പുകൾ ഉറപ്പിക്കുന്നു. എതിർ ഗ്രൂപ്പിന് അനുകൂലമായ സാധ്യത കേന്ദ്ര നേതൃത്വം തേടിയാൽ വി മുരളീധരൻ സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുക്കാനുള്ള ഗ്രൂപ്പ് നീക്കങ്ങൾ സജീവമായി. ബി.ജെ.പിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറിമറിയുകയാണ്. ജില്ലാ അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് ഒരു സൂചനയാണ്. തിരുവനന്തപുരത്തെ ജില്ലാ അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഉദാഹരണം. സിറ്റി ജില്ലയിൽ വി മുരളീധര പക്ഷത്തെ കരമന ജയനെ പ്രസിഡന്റാക്കിയപ്പോൾ താഴെപ്പെട്ടവരിൽ ഒരാൾ കെ സുരേന്ദ്രന്റെ അടുപ്പക്കാരനാണ്. തിരുവനന്തപുരം സൗത്ത് ജില്ലാ പ്രസിഡന്റ് സ്ഥാനം പി.കെ. കൃഷ്ണദാസ് പക്ഷത്തിന് നൽകിയ വി മുരളീധരന്റെ നീക്കം ഗ്രൂപ്പ് സമവാക്യങ്ങളിലെ പുതിയ മാറ്റമാണ്. അതിനാൽ സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കുന്നതിലും അപ്രതീക്ഷിത നീക്കങ്ങൾ ഉണ്ടാകാം. മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ അനുകൂലമായ നീക്കം അധ്യക്ഷ സ്ഥാനത്തുണ്ടായപ്പോൾ അദ്ദേഹം തന്നെ വിമുഖത പ്രകടിപ്പിച്ചിരുന്നു. ഇക്കൊല്ലം തദ്ദേശ തെരഞ്ഞെടുപ്പും 5 മാസത്തെ ഇടവേളയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും എത്തുമ്പോൾ രാഷ്ട്രീയം കൈകാര്യം ചെയ്ത് പരിചയമില്ലാത്തവരുടെ കയ്യിൽ നേതൃത്വത്തിന്റെ കടിഞ്ഞാണ് ഏൽപ്പിക്കുന്ന പരീക്ഷണത്തിന് ദേശീയ നേതൃത്വം മുതിരില്ല. അതുതന്നെയാണ് കെ സുരേന്ദ്രനും എം.ടി. രമേശിനും അനുകൂലമാകുന്ന ഘടകങ്ങളും. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.